അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്തിനെ പറഞ്ഞു തരാം. ഈ ഒരു സ്വലാത്ത് റബീഉൽ അവ്വൽ മാസം കഴിയുന്ന മുൻപായിട്ട് ഞാൻ പറയുന്ന അത്ര തവണ ചൊല്ലി തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എത്ര ചെറുതോ വലുതോ ആകട്ടെ ആ ഒരു ആഗ്രഹം പഠിച്ച റബ്ബ് സാധിച്ചു തരും. ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിച്ച റബ്ബിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഹദിയ ചെയ്തിട്ട് ഈ ഒരു സ്വലാത്തിന് 1000 തവണ ചൊല്ലിക്കോളി. ഉറപ്പായിട്ടും പഠിച്ച റബ്ബ് നിങ്ങൾ കാര്യം സാധിച്ചു തരും. ഒരുപാട് പേർക്ക് അങ്ങനെ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. ഈ റബീഉൽ അവ്വൽ മാസമായിട്ട് പോലും പഠിച്ച റബ്ബേ ഒരു സ്വലാത്ത് പോലും ചൊല്ലാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അല്ലേ. അത് അവർക്ക് അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ അത് അവർക്ക് അറിയാനുള്ളൊരു മനസ്സ് പഠിച്ച റബ്ബ് കൊടുത്തിട്ടില്ല. അതാണ് പഠിച്ച റബ്ബ് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ഈ ഒരു മാസത്തിൽ സ്വലാത്തിനെ അധികരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. ആ ഒരു സ്വലാത്ത് നമ്മൾ ഒരുപാട് സ്വലാത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. സിമ്പിളായിട്ട് നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എല്ലാ ഇപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും വീട്ടിലെ മറ്റു പണികളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സ്വലാത്തിനെ ചൊല്ലാറുണ്ട്. പിന്നെ നമുക്കുള്ളതാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. നമ്മളെ നിസ്കാരങ്ങളിൽ നമുക്ക് ചൊല്ലുന്ന സ്വലാത്താണ്. 5 വഖത്ത് നിസ്കാരത്തിലും നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. പിന്നെ നാരിയത്ത് സ്വലാത്തിനെ ഒരൊറ്റ വാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി കഴിയില്ല. അതിനൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് സലാത്തുൽ ഫാത്തിഹ. അള്ളാഹ്ക്ക് സലാത്തുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സലാത്തുൽ ഫാത്തിഹയാണ്. ഒരുപാട് സലാത്തുകളുണ്ട്. അതിൽ ഏറ്റവും അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടത് സലാത്തുൽ ഫാത്തിഹയാണ്. ഇൻഷാ അല്ലാഹ് സലാത്തുൽ ഫാത്തിഹ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. അതിനെക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ആ ഒരു സ്വലാത്തിനെ നിങ്ങൾ എഴുതി വെച്ച് അറിയാത്തവരാണെങ്കിൽ എഴുതി എടുത്തിട്ട് പഠിച്ചോളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകരിക്കും. നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ദുനിയാവ് മാത്രം പോരല്ലോ, നമുക്ക് ആഖിറം കൂടെ വേണ്ടേ. പഠിച്ച റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശുപാർശ കിട്ടണമെങ്കിൽ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ മതി. റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വലാത്ത് ചൊല്ലുന്നവരെയാണ്. സ്വലാത്തിനെ അധികരിപ്പിച്ചവർക്ക് റസൂലിൻ്റെ ശഫാഅത്ത് കിട്ടും. ഹൗദുൽ കൗസറിലെ വെള്ളം മതിവരോളം നമുക്ക് കുടിക്കാനുള്ള ഭാഗ്യവും കിട്ടും. അതുമാത്രമല്ല ഒരുപാട് ഫലങ്ങളുണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഈ ഒരു സ്വലാത്തിനെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. എന്നിട്ട് ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? റബീഉൽ അവ്വൽ മാസം കഴിയുന്ന മുൻപായിട്ട് ഈ ഒരു സ്വലാത്തിന് 1000 തവണ നിങ്ങൾ ചൊല്ലി തീർക്കുക. ഒരു ദിവസം കൊണ്ട് ചൊല്ലണ്ട. ഈ റബീഉൽ അവ്വൽ മാസം കഴിയുന്ന മുൻപായിട്ട് 1000 തവണ ചൊല്ലി തീർക്കുക. ചൊല്ലി തുടങ്ങുന്ന മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. എന്താണോ നിങ്ങൾ ഹലാലായ ഉദ്ദേശം, ആ ഉദ്ദേശം ഈ റബീഉൽ അവ്വൽ മാസം കഴിയുന്ന മുൻപായിട്ട് പഠിച്ച റബ്ബേ എനിക്ക് നേടിത്തരണമേ, എനിക്ക് സാധിച്ചു തരണമേ, ആ ഒരു സന്തോഷം എന്നിലേക്ക് എത്തിക്കണമേ. അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്നൊരു ശിഫ നൽകണമേ. പഠിച്ച റബ്ബേ എനിക്കത് സഹിക്കാനുള്ളൊരു ക്ഷമ നൽകണേ. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്തിനെ ചൊല്ലി തുടങ്ങാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു സ്വലാത്ത് ഒരുപാട് തവണ ചൊല്ലാൻ പഠിച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഈ ഒരു സ്വലാത്തിന് ഒരു 7 തവണ ഇപ്പോൾ ചൊല്ലാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചൊല്ലിക്കൊള്ളി. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ഈ ചൊല്ലാൻ പോകുന്ന സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പഠിച്ച റബ്ബ് പുറത്തു തരട്ടെ. നമ്മുടെ മനസ്സിലുള്ള എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും പഠിച്ച റബ്ബ് സാധിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق
الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അൽഹംദുലില്ലാഹ്. പഠിച്ച റബ്ബേ, ഞങ്ങൾ എന്തുദ്ദേശം വെച്ചിട്ടാണോ ഈ ഒരു സ്വലാത്തിനെ ചൊല്ലിയത്? പാപികളായ ഞങ്ങൾക്ക് ആ ഒരു ഉദ്ദേശത്തെ നീ നിറവേറ്റി തരണേ അല്ലാഹ്. ഈ റബീഉൽ അവ്വൽ മാസം കഴിയുന്ന മുൻപായിട്ട് ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശത്തെ പഠിച്ച റബ്ബ് സാധിച്ചു തരണേ അല്ലാഹ്. ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഞങ്ങളുടെ രോഗം നീ ശിഫയാക്കി തരണേ അല്ലാഹ്. മക്കളുടെ കല്യാണം ശരിയാവായിട്ട് ഒത്തിരി വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെയൊക്കെ വിഷമം മാറ്റി അവർക്ക് അനുയോജ്യമായ റാഹത്തുള്ള ഖൈറായ സ്വാലിഹായ ഇണയെ നീ നൽകി സന്തോഷിപ്പിക്കണമേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ അനുസരണയുള്ള നല്ല മക്കളായി നൽകണേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈരിൽ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.